ദേശത്തായോരോ പൊന്നങ്ങളമാരുടെ ഓടപ്പേറന്നോ നാടം കെട്ടോലോ ഓടപ്പേറന്നോ നാടം കെട്ടോലോ പൈതാകം പേറും പെണ്ണാളിൻ കാതല് പാടുന്നതാരോ പാട്ടില്ല പാട്ട് പൈതാകം പേറും പെണ്ണാളിൻ കാതല് പാടുന്നതാരോ പാട്ടില്ല പാട്ട് തങ്കടം തിങ്ങുന്നേ ശങ്ക് കലങ്ങുന്നേ താങ്ങാ ചോമടുമായി തിമല താണ്ടുന്നേ അത്താണി എങ്ങാടോലോ കൈത്താങ്ങായി ആരാണോലോ കൈത്താങ്ങായി ആരാണോലോ പൈതാകം പേറും പെണ്ണാളിൻ കാതല് പാടുന്നതാരോ പാട്ടില്ല പാട്ട് പൈതാകം പേറും പെണ്ണാളിൻ കാതല് പാടുന്നതാരോ പാട്ടില്ല പാട്ട് രാമൻകുട്ടിയേട്ടാ ഈ കെട്ടൊന്ന് അഴിച്ചു തരൂ. വേഗം വരി, വേഗം വരി. എന്താ ആ കുട്ടി അവിടെ തൂങ്ങി മരിച്ചിട്ട് നിങ്ങളൊന്ന് പോയി നോക്കി. എനിക്ക് പറ്റൂല, നിങ്ങൾ എന്നെ പറഞ്ഞാ മതി. അയ്യോ 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 സുകുമാരേട്ടാ, സുകുമാരേട്ടാ, സുകുമാരേട്ടോ, നിങ്ങളൊന്നും അങ്ങോട്ട് വരിയെന്ന്. നിങ്ങളെ മോളതാ ആ പ്രേതം മറ്റുമ്പോ തൂങ്ങിക്കിടക്കണ്.
സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ കുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതൊന്നും സാധിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇപ്പം അതൊന്നും വേണ്ടെന്നും പറഞ്ഞ് അവള് പോവുക. നിങ്ങൾ അവളെ കൊണ്ടുപോയി വെട്ടിപ്പൊളിച്ച് കീറി മുറിച്ച് പരിശോധിക്കും. ആയിക്കോട്ടെ, അതൊക്കെ നിയമത്തിന്റെ ഭാഗല്ലേ. എനിക്കതൊന്നും കാണണ്ട. ഒരപേക്ഷയുണ്ട്. ഒരച്ഛൻ എന്ന നിലയിൽ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാനിനി ചെയ്യേണ്ടത് ഓളെ നല്ല നിലയ്ക്ക് ഇത്തിരി മണ്ണിനടക്കം ചെയ്യാണ്. അതിന് സാറ്, എനിക്കിവിടെ മണ്ണില്ലാണ്ടായി പോയല്ലോ. ഉള്ളത് ഈ പാറത്തുണ്ടാ. ഓളെ നിങ്ങള് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരരുത്. എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിക്ക്, കടലിൽ താത്ത് എന്താ ചെയ്തോളൂ. അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ ഈ കുന്നം പുറത്തെ കുറുക്കന്മാർക്ക് തിന്നാൻ കൊടുക്കേണ്ടി വരും. ഈ പുല്ലാനിപ്പാറ കോളനി തിരുവമ്പാടിക്കടുത്തല്ലേ? അതെ. വല്ലാത്ത കഷ്ടം തന്നെയാണ് കോളനിക്കാരുടെ സ്ഥിതി. ആ പാറപ്പുറത്ത് കൂടുതൽ കെട്ടി താമസിക്കുന്നവർക്കൊന്നും പട്ടയമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ യാതൊരു ആനുകൂല്യവും അവർക്ക് കിട്ടുന്നില്ല. ആത്മഹത്യയാണെങ്കിൽ അവിടെ നിത്യവും നടക്കുന്നത് പോലെയാ. നമുക്കൊരു കാര്യം ചെയ്താലോ? അടുത്ത ദിവസം തന്നെ ആ കോളനിയിലൊന്ന് പോയാലോ? നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ പറ്റുമോ നോക്കാലോ? ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ആതിരയുടെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക, ആതിരയുടെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ആതിരയുടെ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുക, ആതിരയുടെ കൊലയാളിയെ അറസ്റ്റ് ചെയ്യുക. ബാങ്ക് മാനേജർ നീതി പാലിക്കുക, വിദ്യാഭ്യാസ കച്ചവടം അവസാനിപ്പിക്കുക. ആതിരയുടെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക, ആതിരയുടെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക. പ്രിയമുള്ളവരെ, പത്രമാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞ പോലെ പുല്ലാഞ്ഞിപ്പാറ കോളനിയിലെ ആതിര എന്ന വിദ്യാർത്ഥിനി വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്ത് കാരണത്താലാണ് ഈ നിഷേധമെന്ന് ബാങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അടിച്ചു പൊളിക്കടാനുള്ളിൽ കയറി. നിങ്ങളൊക്കെ ആരാ? എവിടെന്നാ? ഞങ്ങളിവിടെ അടുത്തുള്ള നാട്ടുകാരാ. ഇവിടുത്തെ കാര്യങ്ങൾ പത്രങ്ങളും ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നിങ്ങള്? ഞാൻ രാമൻകുട്ടി, ഞാനാണ് ഇവിടുത്തെ എല്ലാം. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അല്ല, ഇവിടെ സുകുമാരേട്ടന്റെ വീട്. സുകുമാരന്റെ വീട് അതാണ്. ഞങ്ങൾക്ക് ഈ സുകുമാരനൊന്ന് കാണാനേ. അതിലെന്താ കാണാലോ, പോരി. ആയിക്കോട്ടെ. അല്ല, നിങ്ങളേതാ പാർട്ടി? ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. ഈ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്നും കാണണമെന്ന് തോന്നി. സുകുമാരേട്ട, ഇവരിങ്ങളെ കാണാൻ വന്നതാ.
രാമൻകുട്ടിയേട്ടൻ്റെ വീട് എവിടെയാ? ഇവിടെ അടുത്താ, ഒരു 4 വീട് അപ്പുറം. ഇങ്ങോട്ട് കയറി ഇരുന്നോളൂ. വേണ്ട ചേച്ചി, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ? അല്ല, ബാങ്ക് ലോൺ നിഷേധിച്ചതിൻ്റെ പേരിലാണ് ആതിര ആത്മഹത്യ ചെയ്തതെന്ന് അറിഞ്ഞു. എന്താ ലോൺ നിഷേധിക്കാൻ കാരണം? ആദ്യം ലോൺ പാസ്സായതാ. പിന്നെ ബാങ്കിൽ നിന്ന് ആള് വന്ന് വീടൊക്കെ കണ്ടുപോയതിന് ശേഷം ലോൺ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതെന്തേ? അന്വേഷണത്തിന് വന്ന ആള് ഞങ്ങൾക്ക് ലോണ് തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു. ഇവിടെ വേറെ ആരൊക്കെയാ ഉള്ളത്? മോനുണ്ട്. ആ, ദേവകേട്ടിക്ക് സുഖമില്ല, മരുന്നിന്റെ നേരെ അങ്ങനെ കഴിഞ്ഞു പോവാ. ബാബു ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്നത് ആ മരുന്നിന് തന്നെ തികയില്ല. ഈ പാകയുള്ളൊരു മോള് പ്രേതമരത്തിൽ തൂങ്ങിയതോടെ സുകുമാരേട്ടൻ ഈ ഇരിപ്പ് തന്നെ. പ്രേതമരോ? ആ, പ്രേതമരം. അത് കണ്ടില്ല അല്ലേ? ഇവിടെ അങ്ങനെ ഒരു മരമുണ്ട്. ഇതിപ്പോ 12ാമത്തേതോ 13ാമത്തേതോ അതിന്റെ മുകളിലോ തൂങ്ങി വരണം. തൂങ്ങിയതൊക്കെ പെണ്ണുങ്ങളാ. തൂങ്ങിയ പെണ്ണുങ്ങളൊക്കെ ഭർത്താവില്ലാതെ പെറ്റവരോ വയറ്റിലായവരോ ഒക്കെയാണ്. അക്കൂട്ടത്തിലൊന്നും പെടാതെ ഇങ്ങനെയൊന്നും ആദ്യമായിട്ടാ ഈ കോളനിയിൽ. എന്തെങ്കിലും 4 ലക്ഷണം പഠിക്കാൻ കഴിവുള്ളത് ഈ കുട്ടിക്കായിരുന്നു. ആ ലോൺ അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഓള് പഠിച്ച് എവിടെയെങ്കിലും എത്തുമായിരുന്നു. ആ കടങ്ങളൊക്കെ അവൾ വീട്ടും ചെയ്യായിരുന്നു. ആദ്യം ഈ നാട്ടുകാർക്ക് മുഴുവൻ ഉറപ്പായിരുന്നു. പക്ഷേ നാട്ടുകാരുടെ ഉറപ്പല്ലല്ലോ നാട് നോക്കുന്നവർക്ക് വേണ്ടത്. ബാങ്കിനെതിരെയുള്ള സമരത്തിൽ കോളനിക്കാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? സമരോ? എന്ത് സമരം? ആതിരയ്ക്ക് ലോൺ നിഷേധിച്ച ബാങ്കിനെതിരെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് ബഹുജന സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇവിടെ ആരും വന്നില്ലായിരുന്നോ? ഞങ്ങളോ? ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല, ഇവിടെ ആരും വന്നിട്ടുമില്ല. ഉണ്ടോ സുമരേട്ടാ? സമരത്തിന്റെ കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല. ഇവിടെ ആരും വന്നിട്ടില്ല. ഒരു മോനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു. ബാബുമോനെ, എന്താ ദേവേട്ടിയെ? ബാബുമോൻ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് എങ്ങാനും പോയതായിരിക്കോ. ഇവിടെ ഒന്നും കാണാനില്ല. അവനിനിപ്പോ ഉണ്ടായാലും അങ്ങനെ തന്നെയാ. ആരോടൊന്നും മിണ്ടൂല. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പതുങ്ങിയിരിക്കും. ഈ വീട് ഞങ്ങളൊന്ന് പുതുക്കി പണി തരട്ടെ? നിങ്ങളൊക്കെ പഴച്ചോൻ പറഞ്ഞയച്ചതാ. നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ. ഇപ്പോൾ ഇത് വെച്ചോളൂ, ഞങ്ങൾ ഇനിയും വരും. പടച്ചോൻ കൊടുത്തയച്ചതാന്ന് വിചാരിച്ചാ മതി. ആയിക്കോളെ. രാമുട്ടിയേട്ടാ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ആയിക്കോട്ടെ മക്കളെ.
ബാബുമോനെ, എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ മരിച്ചാലും ഒന്നുമില്ലല്ലോ. ബാബുമോൻ പോയാൽ അച്ഛനും അമ്മയും ആരും ഇല്ലാത്തവരായി പോവില്ലേ? ബാബുമോനെ, ബാബുമോനെ, അച്ഛനും അമ്മയും ആരും ഇല്ലാത്തവരായി പോകരുത്. ബാബുമോനല്ലാതെ വേറെ ആരാ അവർക്കുള്ളത്? ജയശങ്കർ സാർ അല്ലേ? അതെ സർ, ഞാൻ ആതിര. പ്രസ് ക്ലബിൽ ജേർണലിസം കോഴ്സ് ചെയ്യാണ്. ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. കളക്ട് ചെയ്ത ഹിസ്റ്റോറിക്കൽ ഡാറ്റാസിൽ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. ഹിസ്റ്ററി പ്രൊഫസർ ആയതുകൊണ്ട് ഐ തിങ്ക് യു ക്യാൻ അഡ്വൈസ് ടു അസ്. അയ്യോ മോളെ, അതിനെന്നേക്കാൾ യോഗ്യരായി എത്രയോ പേരുണ്ടല്ലോ ഈ നാട്ടിൽ. വിശേഷിച്ച് നിങ്ങൾ പത്രക്കാരാകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അതാരെങ്കിലും വായിക്കാനോ അറിയാനോ ഇടവന്നാൽ and I can't agree with the present historiography or the new generation history. So we want that true thing. ആധികാരികമെന്ന് പറയപ്പെടുന്ന സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഇവയെല്ലാം ശേഖരിച്ചിട്ടുള്ളത്. പക്ഷെ പലതും വിശ്വസനീയമല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സാറിനെ തിരഞ്ഞെടുത്തതും. സർ പ്ലീസ്. സാർ എപ്പോഴാ ഫ്രീ ആവുക? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒരല്പം മയക്കണ്ട്. ആ സമയത്ത് എനിക്ക് പോലും അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല. അല്ലാത്ത ഏത് സമയത്ത് വേണമെങ്കിലും വന്നോളൂ. അവിടെ പിന്നെ ശല്യം ചെയ്യാൻ ആരും ഉണ്ടായില്ല. ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ നാളെ തന്നെ വരാം അമ്മേ. വന്ന് പ്രാർത്ഥിക്ക്. അംബികേ, എന്താ ഇത്? നീ ഏത് ലോകത്താ? ഒന്നുമില്ല, ഞാൻ ആ കുട്ടിയെ കുറിച്ച് ഓർത്തുപോയതാ. அங்கங்க பார்க்க சீக்கிரமா நடை தம்பி.
അച്ഛാ ഈട
പിന്നെയും പ്രാണഹർഷം തീർക്കുമോ പിന്നെയും പ്രാണഹർഷം ആറാത്ത ദാഹമായി അണയാത്ത നാളമായി അകതാരിലുണ്ടൊരു പാട്ട് ആരെയും നിന്നോളം ഉറക്കാത്ത താരാട്ട് ഏയ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ഓരോന്നോർത്തിരുന്ന് പോവുക. എന്തു പറ്റി? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളുണ്ടാകുമ്പോഴും കുട്ടികളില്ലാതെ വരുമ്പോൾ വീടുകൾ ഉണരാതെ വിടരാതെ തന്നെ കിടക്കും. അതിന് നമുക്ക് ഒരുപാട് കുട്ടികളില്ലേ? ഉണ്ടോ? ഇല്ലേ. ചായ പഞ്ചാര ഇട്ടണ രാമകുട്ടിയേട്ടാ. അല്ല ബാബു, സിമന്റ് ആട്ട എപ്പോ ഇവിടെ എത്തും? എവിടെ നമ്മൾ ഇറക്കി വെക്ക? നമുക്ക് ഇവിടെ ആവുമ്പോ എടുക്കാനും കൊടുക്കാനും ഒക്കെ സൗകര്യം. നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് ശരിയാക്കാം. വാ. നീ പോയിട്ട് ആ വെള്ളം എടുത്തു. ആ കൈക്കോട്ടും കൊണ്ട് എടുക്ക്. അല്ല നല്ല തണ്ടും തട്ടിണ്ടോ കൊത്തടോ. അല്ല സുമാരേട്ടാ, കട്ട ഇവിടെ വെച്ചാ പോരെ? മുകളിലേക്ക് എടുത്തു കൊടുക്കാനൊക്കെ അതല്ലേ സൗകര്യം. മാങ്ങനായിക്കോട്ടെ. ഏച്ചേ നിങ്ങളൊന്ന് വേഗം അങ്ങോട്ട് പോയിന്ന് നല്ലോണം പോലെ അടച്ചു കൊണ്ടാ. ആ സീറ്റൊക്കെ നല്ലോണം വെക്കണേ. കുളിച്ചിട്ട് കേടെടുത്തിട്ട് അത് എന്തെങ്കിലും ഉപയോഗത്തിന് വലിയ പറ്റുള്ളൂ. ആ അങ്ങോട്ട് ഇങ്ങോട്ടിട്. സൂക്ഷിക്കണേ. കീറി പോരുതേ, കീറരുത്. അങ്ങോട്ട് മാറ്റി ആ കത്തി കൊണ്ടങ്ങ് അറുത്താളാ. അയക്കാൻ നിൽക്കണം. ഇങ്ങെടുത്തോ. ബാബേ വണ്ടി കയറ്റി വെക്ക്. അല്ല ബാബേ, നിന്റെ പുരപ്പണിയൊക്കെ എന്തായി? പടവ് കഴിഞ്ഞോ? തൽക്കാലം മഴ കൊള്ളാതിരിക്കാൻ ഒരു ഷെഡായി. ഇനിയിപ്പോ ആ പഴയ ചുമര് പൊളിച്ചിട്ട് പുതിയത് പണിയണം. മഴ കഴിയട്ടെന്നാ ഓല് പറഞ്ഞ്. ആ നിന്റെ നല്ല കാലം. ഒരു ഓട്ടോ പിടിച്ചു പോവാ. സാറവിടെ ഉണ്ടായിരിക്കല്ലേ? ഞാൻ വിളിച്ചു പറഞ്ഞതാ. ഏട്ടാ പോവല്ലേ? എങ്ങോട്ടാ? പ്രൊഫസർ ജയശങ്കർ സാറിന്റെ വീട്ടിലേക്കാണ്. കയറിക്കോ. ഷിയാസ് ഇങ്ങോട്ട് നീങ്ങിയിരുന്നോ? ഏട്ടാ എത്രയായി?
20. ഒന്ന് വേഗം ഇറങ്ങടേ. താങ്ക് യു ഏട്ടാ. ആതിരമോളെ എന്തേ? ഒന്നുമില്ല. ഹലോ, നിക്ക് നിക്ക്. ഏയ്, എന്താ? ആരായാള്? ആ, എനിക്കറിയില്ല. അയാൾ നിന്റെ പേരല്ലേ വിളിച്ചത്? പക്ഷെ എനിക്കറിയില്ല അയാൾ ആരാണെന്ന്. പിന്നെ എല്ലാവരും എന്താ മുറ്റത്ത് നിൽക്കുന്നത്? കയറി വന്നാട്ടെ. വാ മോളെ, വരൂ. നടക്ക് മോളെ. വാ മക്കളെ. പറ, എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷങ്ങൾ? ഇവിടെ ഒരാള് രാവിലെ തൊട്ട് നിങ്ങളെയും കാത്തിരിക്കുക. ഞാൻ മാത്രല്ല, ഈ പറയുന്ന ആളും. ഞങ്ങൾക്കല്ലെങ്കിലും മറ്റാരെയും കാത്തിരിക്കാനില്ലല്ലോ. സാറിന്റെ കുട്ടികളൊക്കെ ഉണ്ട്. ധാരാളം കുട്ടികളുണ്ട് ഞങ്ങൾക്ക്. കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും ധാരാളം കുട്ടികൾ കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ അധ്യയനകാലം കഴിയുമ്പം ഓരോരുത്തരും അവരവരുടെ ആകാശങ്ങളിലേക്ക് പറന്നുപോകും. ആകാശങ്ങളിൽ സന്തോഷത്തോടെ പാറിപ്പറക്കുന്ന ഈ പറവകളെ കാണുമ്പോഴാണല്ലോ ഓരോ അധ്യാപകനും ആത്മനിർവൃത്തി അടയുന്നത്. ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. ആ, ഇപ്പോ നിങ്ങളും ഞങ്ങളെ കുട്ടികളായി. അതിരിക്കട്ടെ, ഇപ്പൊ കുട്ടികൾക്ക് എന്താണ് അറിയേണ്ടത്? സർ, ചരിത്രം ചിലർക്ക് ജീവനോപാധിയും മറ്റു ചിലർക്ക് ജീവഹാനിക്ക് കാരണവുമാണിന്ന്. സാറൊരു ചരിത്രാധ്യാപകനായിരുന്നല്ലോ. വളച്ചൊടിക്കപ്പെടലുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ചരിത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യൻ എല്ലാ കാലത്തും ജീവിക്കാനായി പരസ്പരം പൊരുതിയിട്ടുണ്ട്. സർ, അതല്ലേ യഥാർത്ഥ വിരോധാഭാസം? തനിക്ക് ജീവിക്കണമെന്ന കാരണം പറഞ്ഞ് മറ്റൊരുത്തനെ കൊന്ന കൊലയാളിക്ക് പിന്നെ ജീവിതമുണ്ടോ? എനിക്ക് തോന്നുന്നത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നതുപോലെ തന്നെ രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെയും കൂട്ടുപിടിക്കരുത് എന്നാണ്. ചരിത്രം പറയേണ്ടത് പഴമക്കാരാണെങ്കിലും അത് കേൾക്കേണ്ടവരും കേട്ടിരിക്കുന്നവരും പുതുകാലക്കാരാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഗ്രേറ്റ് സർ. ദാ മക്കളെ. കഴിക്ക്. വളരെ ക്ഷീണിച്ചു വന്നതല്ലേ? അതവിടെ അത് ശരിക്കും കിട്ട്. കാറ്റ് വന്നാലേ ഇതെല്ലാം പാറിപ്പോവും. ഇവിടെ കുഴപ്പമില്ല. മേലെ കെട്ട്. ആ ഭാഗം നോക്ക്. ആ, മഴ കൊള്ളാതായി കിട്ടിയല്ലോ. തൽക്കാലം ഇതിന്റെ മേലെ നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇടാം. മഴക്കാലം ഒന്ന് കഴിയട്ടെ. നമുക്ക് ചായ എടുത്ത് വെച്ചില്ലേ? ആ, എടുത്ത് വെച്ചിട്ടുണ്ട്. വാ വാ, ചായയൊക്കെ വേണം. വാടാ. വാ വാ, പോയിട്ട് പരിപാടിയിലാ. മോനെ, ചായ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചേക്ക്. റിട്ടയർഡ് പ്രൊഫസർ ജയശങ്കർ സാർ അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ജയശങ്കർ സാറിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ അതാണ് യാഥാർത്ഥ്യമെന്ന് പറയാനും വയ്യ. ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സാറിന്റെ പുസ്തകങ്ങളും എഴുത്തുകളും ഒക്കെ തന്നെ ജയശങ്കർ സാറിനോട് മാത്രമല്ല പലരോടും വിയോജിക്കുന്നതാണ്. യോജിപ്പും വിയോജിപ്പുമൊക്കെ വ്യക്തിപരമാണ്. വ്യക്തിയും ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നില്ലേ സാർ? പറഞ്ഞു വെക്കുന്നതും എഴുതി വെക്കുന്നതും നാളെ കേൾക്കാനും വായിക്കാനും ഇടവന്നേക്കാം. അതുകൊണ്ട് തന്നെ കേവല താല്പര്യങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങളുടെ പിൻബലം ഉണ്ടായിരിക്കേണ്ടതല്ലേ? ഒരാൾ പറയുന്നത് മാത്രമാണ് യാഥാർത്ഥ്യമെന്നാണോ ലീന പറഞ്ഞു വരുന്നത്? സോറി സാർ, അത് എക്കാലത്തും അധികാരിവർഗത്തോട് തക്കതായ കാരണം കൊണ്ട് തന്നെ എതിരിട്ടു നിന്നവർ ഭരണകൂടത്തോട് എതിരിട്ടു എന്ന കാരണത്താൽ മാത്രം രാജ്യദ്രോഹികളായി ചിത്രീകരിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയുണ്ടായി. ലോക ചരിത്രവും ഇന്ത്യൻ ചരിത്രവും പരിശോധിക്കുമ്പോൾ അത് ബോധ്യപ്പെടുന്നതുമാണ്.
ഭരണകൂടം എക്കാലത്തും സമ്പന്ന വർഗത്തോട് ഒട്ടി നിൽക്കുകയായിരുന്നു. കച്ചവടത്തിന് മാത്രം ഇന്ത്യയിൽ വന്നവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് രാഷ്ട്രീയ താല്പര്യങ്ങളുമായി രാജ്യത്തേക്ക് കടന്നു വന്നവരായിരുന്നു. പരസ്പരം കലഹിച്ചും പിടിച്ചടക്കിയും മാത്രം കഴിഞ്ഞിരുന്ന നാട്ടുരാജാക്കന്മാർക്ക് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാനായില്ല. അവരുടെ ഈ തിരിച്ചറിവില്ലായ്മയാണ് വിദേശ ശക്തികൾ മുതലെടുത്തത്. ഈ വസ്തുതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സാറിന്റെ രചനകളെ പുനഃപരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കീഴാളപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാ രചനകളും ഉണ്ടായിട്ടുള്ളത്. ധിക്കാരം പറയുകയല്ല സാർ. താല്പര്യങ്ങൾക്ക് ചേർന്ന ഒരു കീഴാളപക്ഷത്തെ ഉണ്ടാക്കി ആ പക്ഷത്തോട് ഒട്ടിനിന്ന് ഒരു വിഭാഗത്തെ ആക്രമിക്കുമ്പോൾ സാറിന്റെ രചനകൾ വരേണ്യവർഗത്തിന്റെ തിട്ടൂരങ്ങൾക്കാണ് ശക്തി പകരുന്നത്. സോ ദാറ്റ് മീൻ ഓക്കെ, വി വിൽ കണ്ടിന്യൂ. ആ ഓക്കേടാ, ശരി. താൻ പറഞ്ഞത് സാറിന് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയണ്ടേ? ആ അതന്നെ. ജയശങ്കർ സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ആയിക്കോട്ടെ. ആ മോളെ, അല്ല ഞാൻ പുറത്തു പോയതായിരുന്നു. വിത്തിൻ ഹാഫ് ആൻ അവർ ഞാൻ എത്തും. ഇപ്പോഴോ? ഓ വന്നോളൂ, ഞാൻ എത്തും. ഓക്കെ. ഹലോ. ആ ഞാനാ. ആതിരയും കൂട്ടുകാർ ഇപ്പം അങ്ങെത്തും. ഇപ്പോഴോ? ആ ഇപ്പൊ തന്നെ. എന്താ വാങ്ങിക്കേണ്ടത്? ഒന്നും വേണ്ട, എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ആ ശരി ശരി. വാ മോളെ, വാ. ഇരിക്കൂ, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. മക്കളിരിക്കും, ഞാനിപ്പോ വരാം. നമ്മളന്ന് അയാളുടെ ഓട്ടോയിലല്ലേ വന്നത്? സാറ് വരുന്നുണ്ട്. മോളെന്താ ഇരിക്കാത്തത്? ഇരിക്കേ. സാറിന്റെ ഡ്രൈവർ ബാബുമോൻ ഇവിടെ അടുത്ത പുല്ലാരിപ്പാറ കോളനിക്കാരനാ, ഓട്ടോ ഡ്രൈവറായിരുന്നു. നിങ്ങളെന്തോ ഒരു പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞില്ലേ? പുല്ലാരിപ്പാറ കോളനി അതിന് ഫിറ്റായിരിക്കും. ബാബുമോനെ നിങ്ങൾ സഹായിക്കാനും പറ്റും. ഞാൻ ബാബുമോനെ വിളിക്കാം. ബാബുമോനെ. എന്തോ ഇത് ആതിര. ഇവർ ജേർണലിസം വിദ്യാർത്ഥികളാണ്. ഇവരുടെ പഠനത്തിൻ്റെ ഭാഗമായി ഇവർക്കൊരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാനുണ്ട്. പുല്ലാരിപ്പാറ കോളനി ഞാൻ ഇവർക്ക് സജസ്റ്റ് ചെയ്തു. ഇവരത് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യും. അതൊരു പക്ഷെ കോളനിക്കാർക്ക് ഗുണം ചെയ്തേക്കും. ബാബുമോൻ ഇവരെ സഹായിക്കണം. ബാബുമോൻ വേണ്ടത് ചെയ്യും. മോളിരിക്കേ. ബാബുമോനെ വാ.
ചായ തണുത്തു പോയല്ലോ ബാബുവോ. നിന്റെ കുളി കഴിഞ്ഞില്ലേ ഇനിയും? അല്ല മോനെ, ആ കുട്ടികള് എപ്പോ വരാന്നാ പറഞ്ഞത്? 10 മണി ആകുമ്പോഴേക്കും എത്തുന്നാ പറഞ്ഞ്. അപ്പോഴേക്കും ഞാനും വരും. പിന്നെ അമ്മേ, അവരുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവളെ കാണുമ്പോൾ അമ്മ ഞെട്ടരുത്. നമ്മുടെ ആതിരമോളുടെ ചായ അവൾക്ക് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ആതിരമോൾ തന്നെയാ. ആതിരാൻ തന്നെയാ പേരും. രാമൻകുട്ടിയുടെ എങ്ങളെ കണ്ടത് നന്നായി. നമ്മളെ കോളനിയെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ കുറച്ച് പിള്ളേര് വരുന്നുണ്ട്. അതിൽ ഒരു കുട്ടി എൻ്റെ ആതിരമോളെ പോലെയാണ്. അതിൽ കുറച്ച് കുട്ടികൾ എനിക്ക് പരിചയമുള്ളവരാ. ആയിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾ വേണ്ട ചെയ്യണം. അതിനെന്താണോ, എന്നെ ഏൽപ്പിച്ചവിടെ ഞാൻ നോക്കിക്കോളാം. ഈ ധൈര്യമായി പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ഇന്ന് നേരത്തെ ആണല്ലോ, പോലെ ചായ എടുക്കുന്നോ ഞങ്ങൾ പോണോ? ഓ, നേരം വെളുക്കുമ്പോൾ തുടങ്ങും കണ്ണാടിയിലെ മുമ്പിൽ നിന്നിട്ട്. ഓൻ്റെ എന്താ വിചാരോ? കട്ടാ, നിനക്ക് നല്ലത് ഈ ചായപ്പയുടെ ഒഴിവാക്കിയിട്ട് ഇതൊരു ബ്യൂട്ടി പാർലർ ആക്കുക. അൻ്റെ മൊയ്ക്കപ്പൊക്കെ നടക്കുമല്ലോ. നിങ്ങളോനെ കളിയാക്കൊന്നും വേണ്ട. ഓനൊരു സിനിമാ നടനല്ലേ, ഓന് മേക്കപ്പ് ചെയ്യാതെ ഇരിക്കാൻ പറ്റുമോ? സിനിമാ നടൻ ഗൾഫിൽ 10-30,000 റുപ്യ ശമ്പളം കിട്ടുന്ന പണിയിട്ടെറിഞ്ഞ് പോകുന്നതാ സിനിമയിൽ അഭിനയിക്കാൻ. ഇപ്പോൾ ഗൾഫുമില്ല, സിനിമയില്ല. ഒരു ചായക്കട ഉള്ളത് മര്യാദയ്ക്ക് നടത്താൻ നോക്കി രമേശ. അനക്കൊരു പെണ്ണും കുട്ടികളൊക്കെ ഉള്ളതാ. ആയിട്ടുകൾ നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ലടോ. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഓർത്ത് നിങ്ങളാരും ബേജാറാവണ്ട, അത് ഞാൻ നോക്കും. ഈ ചായക്കട കൊണ്ടൊന്നും ഞാൻ എവിടെ എത്തിപ്പെടില്ല എന്ന് എനിക്ക് അറിയേണ്ടല്ല. ഞാൻ എവിടെയെങ്കിലും എത്തിപ്പെടുകയാണെങ്കിൽ അത് സിനിമയിലൂടെ തന്നെയായിരിക്കും. രമേശ, എനിക്ക് മധുരം കുറച്ചൊരു ചായയും കൂടി എടുത്തിട്ട് നിർത്തിക്കാളാ. നാട്ടുകാർക്ക് ഇന്നിങ്ങ് ചായ പാലില്ല വേണ്ട. എടോ, ഇന്നിവിടെ ഷൂട്ടിങ്ങിന് ആള് വരുന്നുണ്ട്. ഷൂട്ടിങ്ങോ? എന്ത് ഷൂട്ടിങ്ങാ രാമൻകുട്ടിയേട്ടാ? നമ്മളെ രമേശന് ചാൻസ് എന്തെങ്കിലും കിട്ടുമോ? നോക്കട്ടെ, രമേശനൊരു ചാൻസ് വാങ്ങിക്കൊടുക്കാൻ ഞാൻ നോക്കട്ടെ. ഇപ്പൊ ചായ അടിക്ക രമേശ. എനിക്കങ്ങനെ ആരും ചാൻസ് ഒന്നും വാങ്ങി തരണ്ട. എന്നെ ആവശ്യമുള്ളവരെ നേരിട്ട് വിളിച്ചോളും. ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ. നന്നാകൂല, നന്നാക്കാനോട്ട് സമ്മതിക്കൂല. അത് തന്നെ രമേശ, ഇന്നിന് ചായ വേണ്ട, ഷൂട്ടിങ്ങാരെത്തി പാടോ. അതിനല്ലേ? അതെ, നിങ്ങൾ? ഞാൻ രാമൻകുട്ടി. ഓ, രാമൻകുട്ടി സാർ. ബാബു പറഞ്ഞിരുന്നു, പക്ഷേ ഇത്രയും സ്മാർട്ടാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വരൂ, കുടിക്കട്ടെ. ഞാൻ പിടിക്കണം. നടക്കണം അങ്ങോട്ട്. പോന്നോളി. സൂക്ഷിച്ചെടുക്കണേ, വീണാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പാറപ്പുറത്തെ കോളനിയാ, പാറപ്പുറത്തെ ജീവിതങ്ങളും. മോനെ, ഇത് പിടിക്കടോ. ഇതാണ് നമ്മുടെ കോളനി, മനസ്സിലായില്ലേ? എവിടെയാ കാണാൻ നോക്കുന്നത്? അവിടെ വെച്ചോ.
വേഗം നോക്കടോ, ആൾക്കാർക്കൊന്ന് ഇങ്ങോട്ട് പോരി, വന്ന് കണ്ടോളേ. ഞാനൊന്ന് നോക്കട്ടെ. ഇതിനെക്കാട്ടും നല്ല കാഴ്ച അപ്പുറാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പാൻ ചെയ്യാം. ഇങ്ങനെ ഇങ്ങോട്ട് പാൻ നോക്കി എടുത്തോളി. അതൊക്കെ ബാബു ഒന്ന് വേഗം പാടോ. എത്ര നേരമായി കുട്ടിയായിട്ട് ഇവിടെ വന്ന് കാത്തിക്കുന്നു? കുറെ സമയമായി വന്നിട്ട്. ഇല്ല, വീട് ഇവിടെ തന്നെ വീട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എടുക്കണ്ട, ഓനെടുത്തോളൂ. ഓത്തിന് അത്ര ചക്കി ഉണ്ടോ ഓന്? നടന്നോടി. ഇതാ ചായ. ഇതൊക്കെ ഒന്ന് തുന്നി നേരെയാക്കിയത്. ഇതിനൊന്നും ഒരു കേടുമില്ല, കണ്ടില്ലേ? നീ ഇത് അവിടെ ഒന്ന് കൊണ്ടുവയ്ക്കേ. ശ്രദ്ധിക്കണേ. അതൊക്കെ ഓടി ശ്രദ്ധിച്ചോളൂ. ഇനി പോയി സുഭാരനെ വിളിക്കും. ഒരു മിനിറ്റ്, ഇങ്ങോട്ട് കയറിക്കോളൂ. അച്ഛ, അവര് വന്നു. വാ അമ്മേ. എന്താ അമ്മ ഇങ്ങനെ വല്ലാതെ നോക്കുന്നേ? ഒന്നുമില്ല അമ്മ, ഇതച്ഛൻ. മോളെ വീടെവിടെയാ? ഇപ്പൊ താമസിക്കുന്നത് മാടക്കരയിലാ. മാടക്കരയില്? അച്ഛന്റെ പേരെന്താ? അച്ഛനിപ്പോ ഇല്ല. പേര് കേട്ടിട്ടുണ്ടാവും, സഖാവ് കൃഷ്ണൻകുട്ടി. അച്ഛനും അമ്മയും ബാബുവും മാത്രമേ ഉള്ളൂ ഇവിടെ? ഉണ്ടായിരുന്നു. അനിയത്തി. പുല്ലാഞ്ഞിപ്പാറ കോളനി അവഗണനയുടെ നേർക്കാഴ്ചകളാണ് ഈ കോളനിയിലെവിടെയും. 40ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പാറപ്പുറത്തേക്ക് അധികാരികൾ തിരിഞ്ഞു നോക്കാറില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ചെത്തുന്നവർക്ക് വെറും വോട്ട് ബാങ്കാണിത്. പേരിനിവിടെ ഇലക്ട്രിക് ലൈനുകളുണ്ട്, പക്ഷേ വൈദ്യുതി കണക്ഷൻ ഇന്നോളം ലഭിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാന ലംഘനത്തിൻ്റെ പ്രത്യക്ഷ കാഴ്ചയായി ഇവിടെ പൈപ്പ് ലൈനുകൾ കാണാം. എന്നാൽ കുടിവെള്ളത്തിന് ഇപ്പോഴും കോളനിക്കാർ കിലോമീറ്ററുകൾ താണ്ടണം. 19ഓളം പെൺകുട്ടികൾ തൂങ്ങി മരിച്ച പ്രേതമരം കോളനിക്കാർക്ക് ഒരു ഭീതിയില്ലാ കാഴ്ചയാണ്. പ്രേതമരത്തിന് താഴെയാണ് കോളനിക്കാർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. പല കാരണങ്ങളാൽ വഞ്ചിക്കപ്പെട്ടവരാണ് പ്രേതമരത്തിൽ തൂങ്ങിയ പെൺകുട്ടികളൊക്കെയും. ഇതാണ് നമ്മളെ പ്രേതമരം. ഇതിന്റെ മുകളിലാണ് ഈ കോളനിയിലെ പെണ്ണുങ്ങളൊക്കെ തൂങ്ങുന്നത്. തൂങ്ങിയ പെണ്ണുങ്ങളെ പറ്റിയാണെങ്കിൽ ഐറ്റങ്ങളൊക്കെ 1 2 പെറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ പള്ളയിലുണ്ടാവും. ഈറ്റങ്ങളൊന്നും ആരും കല്യാണം കഴിച്ചതല്ല. ഓരോരുത്തർ ഓരോ കാര്യം പറഞ്ഞ് കയറി വരും. നല്ല നല്ല വർത്താനം കേൾക്കുമ്പോൾ ഇവിടത്തെ പെണ്ണുങ്ങൾ അങ്ങോട്ട് മയങ്ങിപ്പോവും. പട്ടിണിയും കഷ്ടപ്പാടും അതിനത്ര ഉണ്ടേ. കാര്യം കഴിഞ്ഞ് പോണവരാരും തന്നെ പിന്നെ ഈ ബൈക്ക് തിരിഞ്ഞു നോക്കൂല. സഹിക്കാൻ തയ്യാറുള്ളവർ
തന്തല്ലാത്ത മക്കളെ പെറ്റുപോറ്റു. മാനക്കേടിനെ പേടിക്കുന്നവര് പ്രേതമരത്തിൻ്റെ അടുത്തേക്ക് പോകും, ഒരു കണ്ടം കയറുമായിട്ട്, അല്ലെങ്കിൽ ഉടുത്ത താരി അയച്ച് അങ്ങോട്ട് കെട്ടി തൂങ്ങും. ആ രാമൻകുട്ടിയേട്ടൻ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് രാമൻകുട്ടിയാണെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. പേരിട്ട അച്ഛനെയും അമ്മയോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഓതൊക്കെ മരിച്ചു പോയതാണോ അതോ എന്നെ ഇട്ടെറിഞ്ഞു പോയതാണോ ഒന്നും എനിക്കറിയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ കോളനിയിലുണ്ട്. ഞാനില്ലാതെ ഇവിടെ ഒന്നും നടക്കൂല. ഇവിടെ എല്ലാം ഞാനാ. രാമൻകുട്ടിയേട്ടൻ എന്താ കല്യാണം കഴിക്കാഞ്ഞത്? അയ്യോ, കല്യാണം കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്ത് എനിക്ക് ആരും പെണ്ണ് തന്നില്ല. ഇനി ആരെങ്കിലും പെണ്ണ് തന്നാൽ തന്നെ അവൾ എന്റെ കൂടെ വരുന്ന എന്തത്ര ഉറപ്പ്? കോളനിയിലെ വീടുകളൊക്കെ വളരെ മോശം അവസ്ഥയിലാണല്ലോ, രാമൻകുട്ടിയേട്ടന്റെ വീട് ഉൾപ്പെടെ. പഞ്ചായത്തിൽ നിന്ന് പൈസ പാസ്സാവും. വാങ്ങാൻ ചെന്നാ നേതാക്കന്മാർ ഇങ്ങോട്ട് കൊണ്ടുതരാന്ന് പറയും. ഞങ്ങളെങ്ങനെ കാത്തിരിക്കും. നേതാക്കന്മാരൊക്കെ കോളനിയിൽ വരാറുണ്ടോ? എല്ലാ തെരഞ്ഞെടുപ്പിലും വരും വോട്ട് ചോദിക്കാൻ. ഞങ്ങളൊക്കെ വരി വരിയായി പോയി നിന്ന് വോട്ട് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളനിയും നേതാക്കന്മാർക്ക് അവരുടെ വീടും നാടും. ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ കുട്ടിക്ക് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബാങ്കുകാർ ലോണ് കൊടുക്കാമെന്ന് ഏറ്റതുവാ. പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി തിരിച്ചടച്ചാൽ മതിയെന്ന് കേട്ടപ്പോൾ എൻ്റെ കുട്ടി വല്ലാണ്ട് സന്തോഷിച്ചതാ. കാര്യത്തോടെടുത്തപ്പോൾ ഓലത് വേണം ഇത് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങി. ഓല് ചോദിച്ച കടലാസൊന്നും എന്നെ കൊണ്ട് കൊടുക്കാനും കഴിഞ്ഞില്ല. ആധാരവും പട്ടയൊന്നും ഇല്ലാത്ത ഈ പാറക്കെട്ടിൻ്റെ പേരിൽ ഞാൻ എന്ത് കടലാസ് ഉണ്ടാക്കി കൊടുക്കാനാ? ദേവകിയടുത്തേക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ എന്താ പറയാ? ഏറെ സ്നേഹിച്ചിരുന്ന അനിയത്തി ആത്മഹത്യ ചെയ്തപ്പോൾ ബാബു കരഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്തേ അങ്ങനെ? അവളെക്കുറിച്ചേറെ അഭിമാനിച്ചിരുന്നു ഞാൻ. കോളനിയിലെ ഏറ്റവും തൻ്റെടിയായ പെൺകുട്ടി, കോളനിയിൽ ആദ്യമായി ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവൾ. ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ ഈ പാറയും പ്രേതമരവും ചുറ്റിപ്പറ്റി ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ ലോകത്തോളം വലിയ സ്വപ്നം കണ്ടവൾ. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പെരുമഴ പോലെ പെയ്തപ്പോഴൊക്കെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് എന്നെ ജീവിപ്പിച്ചവൾ. കേവലം ഒരു ബാങ്ക് ലോൺ നിഷേധിച്ചതിൻ്റെ പേരിൽ അവളിങ്ങനെ ചെയ്തപ്പോൾ എന്തോ എനിക്ക് അവളെക്കുറിച്ച് ഓർത്ത് കരയാനായില്ല. ഒരു തരം മരവിപ്പായിരുന്നു മനസ്സിൽ. മനുഷ്യരെപ്പോഴാ ഇത്രയും നിസ്സാരന്മാരായി പോകുന്നത്? വേദനകളും വേവലാതികളും ഇല്ലാത്തവരാരുമില്ല. വേദനകൾക്ക് ആപേക്ഷികതയുമില്ല. ഓരോരുത്തർക്കും അവരുടെ വേദനകൾ പെരും വേദനകൾ തന്നെയാ. പക്ഷേ ആത്മഹത്യ ഇതിനൊക്കെ എങ്ങനെയാ പരിഹാരമാവുന്നത്? വേദനകൾക്ക് ശേഷം വരാനിരിക്കുന്ന സന്തോഷത്തിൻ്റെ നല്ല കാലം നഷ്ടപ്പെടുത്തുന്ന വിഡ്ഢികളല്ലേ ആത്മഹത്യ ചെയ്യുന്നത്? ആതിര മോളാ. ഹലോ, ആ മോളെ, ഞങ്ങൾ പ്രോഗ്രാം കണ്ടു. ഗംഭീരായിരിക്കുന്നു കേട്ടോ. ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം. ഹലോ മോളെ, കൺഗ്രാചുലേഷൻസ്. ഇത്തരത്തിലുള്ള ഒരുപാട് വേദനകളുണ്ട് നമുക്ക് ചുറ്റും. അതൊക്കെ പുറം ലോകത്ത് അറിയിക്കണം. ആ, ബാബു ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം.
അമ്മേ എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ആഹാ, പോയിക്കോട്ടെ എന്ന് പറഞ്ഞ അങ്ങ് പോയാ മതിയോ? ഞങ്ങളൊക്കെ വീട്ടിലേക്കൊന്ന് ക്ഷണിച്ചൂടെ? അയ്യോ, ഞാൻ സാറിന് എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവുന്ന കരുതിയിട്ടാ. എന്റെ വീട്ടിലേക്ക് എപ്പോഴും സ്വാഗതം. ഞങ്ങൾക്ക് എന്ത് തിരക്കുണ്ടാവാനാ മോളെ? രാവിലെ അമ്പലത്തിൽ വന്ന് പൂജയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ വല്ല ചെസ് കളിയോ പുസ്തകം വായനയൊക്കെയായി വൈകുന്നേരം പിടിക്കണം. രാത്രിയായാൽ ഇത്തിരി TV കണ്ടിരിക്കണം. മിണ്ടാനും പറയാനും ഒക്കെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഇപ്പൊ പിന്നെ ബാബുമോനുള്ളതാ വലിയൊരാശ്വാസം. എവിടെയാ മോളുടെ വീട്? ഇവിടെ അടുത്ത് തന്നെയാ. ഈ റോഡിലൂടെ ഒരു ഇത്തിരി മുന്നോട്ട് പോയാൽ മതി. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് അനിയനും അനിയത്തിയും ഒക്കെ വീട്ടിലുണ്ടാകുകയും ചെയ്യും. എന്നാ പിന്നെ മോളുടെ വീട്ടിൽ പോയിട്ട് തന്നെ കാര്യം. അംബികേ, നീ മോളെ വിളിച്ച് വണ്ടി കയറ്റ്. വാ മോളെ. കാര്യമായിട്ട് എന്തെങ്കിലും വേണം കേട്ടോ. അതൊക്കെ അവിടെ ഉണ്ടാവും. വരൂ സർ. ഉമ്മ, ആരാ മോളെ ഇവരൊക്കെ? ഞാൻ പറയാറില്ലേ, പ്രൊഫസർ സാറും കുടുംബവുമാണ്. ആണോ? ഇങ്ങോട്ട് കേറി വാ. സാറിനെ പറ്റി പറയാൻ തുടങ്ങിയാ പിന്നെ ആതിരയ്ക്ക് വാക്കും വർത്താനവും തികയില്ല. ആതിരയുടെ സ്വന്തം വീട് ഇത് തന്നെ എന്റെ സ്വന്തം വീട്. വാ, വരൂ, അകത്തേക്ക് ഇരിക്കുക. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. സാറിന് പഞ്ചസാര പ്രശ്നമില്ലല്ലോ? ഏയ്, സോറി, ഞാൻ മനഃപൂർവ്വം തന്നെ പറയാതിരുന്നതാ. അമ്മ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. നേരത്തെ മരിച്ചു പോയിരുന്നു. അച്ഛൻ പാർട്ടി പ്രവർത്തകനായിരുന്നു. രാവും പകലും പാർട്ടിക്ക് വേണ്ടി ഓടി നടക്കുന്ന അച്ഛൻ എപ്പോഴും എന്നെ കൂടെ കൂട്ടുമായിരുന്നു. പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അച്ഛന്. പക്ഷേ നേതൃത്വത്തോട് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഉപ്പച്ചിയാ. ഇരിക്കെ. ആരാ മോളെ ഇവരൊക്കെ? പ്രൊഫസർ സാറും കുടുംബവുമാ. ആഹാ, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇവര് വരുന്ന കാര്യം. എവിടെ ഉമ്മ? എവിടെ? ചായ കൊടുത്തോ? ഉമ്മ ചായ എടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ഞങ്ങൾ യാദൃശ്ചികമായി അമ്പലത്തിൽ വെച്ച് കണ്ടതാ. വീട് ഇവിടെ അടുത്താന്ന് പറഞ്ഞപ്പം ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. ആതിരമോൾ എന്നും പറയും സാറിന്റെ കാര്യം. ആഹാ, ഇന്നെന്താ മദ്രസ നേരത്തെ വിട്ടോ? ആ, ഇതാരാണെന്നറിയോ? ആതിര ചേച്ചി എന്നും പറയാറില്ലേ ഒരു പ്രൊഫസറങ്കിളിനെ കുറിച്ച്? ആ പ്രൊഫസറങ്കിളാ മക്കളാ. മോളെ പേരെന്താ? ഹിബ ഫസിൽ. മോന്റെതോ? ഹംദാൻ ഫസൽ. ആതിര നിങ്ങളുടെ മകളായിട്ട് തന്നെയാ ഞാൻ വളർത്തുന്നത്. ആ, ഇങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട്. അകത്തേക്ക് പോയിക്കോളൂ. ശരി. സോറി, ഞാനിപ്പോ ടോട്ടലി കൺഫ്യൂസ്. ആതിരയെ മകളായിട്ട് തന്നെയാണ് വളർത്തിയെന്ന് പറയുമ്പം ആക്ച്വലി ഷീസ് നോട്ട് യുവർ ഡോട്ടർ. സാറ് കേട്ടിട്ടുണ്ടാവും സഖാവ് കൃഷ്ണൻകുട്ടി. നിങ്ങൾ ചരിത്രകാരന്മാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് പലതും പറയാനുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുരൂഹതകളെക്കുറിച്ച്. ഞാനന്ന് വിദേശത്തായിരുന്നു. ഒരിക്കൽ ലീവിന് വന്നപ്പോൾ
ഒരു ബന്ധുവീട്ടിൽ പോയി മടങ്ങാൻ ഇത്തിരി വൈകി. രാത്രിയായി. അച്ഛന്റെ പ്രസംഗമൊക്കെ മോള് കേട്ടില്ലേ? ആ കേട്ട്. നല്ല പ്രസംഗമായിരുന്നു. മോള് ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അയ്യോ അച്ഛ. അച്ഛാ 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 കൃഷ്ണൻകുട്ടിയേട്ടാ, ആരാ ഇത് ചെയ്തത്? എന്റെ പാർട്ടിക്കാര് തന്നെയാ. എന്തിന്? എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആ മുഖം വികൃതമാക്കപ്പെട്ടിരുന്നു. കൃഷ്ണൻകുട്ടിയേട്ടനെ ആശുപത്രിക്കകത്തേക്ക് കൊണ്ടുപോയി. പേടിച്ച് തളർന്നിരിക്കുകയായിരുന്ന കുട്ടിക്ക് ഇത്തിരി വെള്ളം വാങ്ങിക്കൊടുക്കാനായി കുട്ടിയും കൊണ്ട് തൊട്ടടുത്ത ക്യാൻറ്റീനിലേക്ക് പോയതായിരുന്നു ഞാൻ. തിരിച്ചെത്തിയപ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടൻ മരിച്ചെന്നും ബോഡി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയെന്നുമാണ് അറിയാൻ സാധിച്ചത്. ഇത്ര ക്രൂരമായ ഒരാളെ വെട്ടി കൊലപ്പെടുത്തിയിട്ട് യാതൊരു അന്വേഷണമോ പോസ്റ്റ്മോർട്ടമോ ഒന്നുമില്ലാതെ ബോഡി വിട്ടുകൊടുത്തത് എങ്ങനെ? ഞാൻ അവിടുത്തെ ജീവനക്കാരോട് അന്വേഷിച്ചിരുന്നു. ഒരു കേസ് വന്നാൽ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ലെന്നാണോ? ഉത്തരവാദിത്വം നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഇവിടുത്തെ കാര്യം നോക്കാൻ ഇവിടെ ആളുണ്ട്. നിങ്ങളുടെ ആരും അല്ലല്ലോ അയാള്. പിന്നെ നിങ്ങൾക്ക് എന്താ എത്ര എണ്ണം? ഞാൻ ആരെങ്കിലും ആണോ അല്ല എന്നുള്ള പ്രശ്നം. ആ ബോഡി ആരാ കൊണ്ടുപോയത്? അത് അയാളുടെ ബന്ധുക്കൾ കൊണ്ടുപോയി. എന്താ ഇയാൾ ആരാ? സർ, ഇയാളാണ് ആ കേസ് കൊണ്ടുവന്നത്. മിസ്റ്റർ, വെറുതെ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ഇവിടെ കൊണ്ടുവന്ന ആ രോഗി ഇവിടെ, അയാൾ മരിച്ചെങ്കിൽ ആ ഡെഡ് ബോഡി ഇവിടെ. പറഞ്ഞില്ലേ ബോഡി അയാളുടെ ബന്ധുക്കൾ കൊണ്ടുപോയെന്ന്. പിടിച്ചു മാറ്റടോ. ഹേ മിസ്റ്റർ, ഒന്ന് പോണം. എന്താ ഇത്? കുറേ നേരം ഞാൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. പിന്നെ എനിക്ക് പേടിയായി തുടങ്ങി. അവസാനം ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. സഖാവ് കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ പ്രസംഗം ഞാൻ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു. കുട്ടിയെ അന്വേഷിച്ച് ആരെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ആരും വന്നില്ല. മുസൽമാനായ നിങ്ങളുടെ വീട്ടിൽ ഒരു ഹിന്ദു പെൺകുട്ടി ഹിന്ദുവായി തന്നെ? ഞാൻ വിശ്വസിക്കുന്ന ദർശനത്തിൽ അങ്ങനെയൊരു വിവേചനമില്ല. മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവൻ ആരാകണമെന്ന് അവനാണ് തീരുമാനിക്കുന്നത്. മോളെ, അമ്മയില്ലാത്ത വേദന അച്ഛൻ എന്നെ അറിയിച്ചിട്ടില്ല. അച്ഛനില്ലാത്ത വേദന അച്ഛൻ പോയതിനു ശേഷവും ഞാൻ അറിഞ്ഞിട്ടില്ല. ഭൂമിയിൽ സ്വർഗം ഉണ്ടെങ്കിൽ അത് ഈ വീടാണമ്മേ. ആരാ വീണ വായിക്കുന്നത്? മകളാണ്. ഓ,
സൗഹാർദ്ദം തലോടുന്ന നേരം സ്നേഹാർദ്രം ഈ മുഗ്ധതീരം. സൗഹാർദ്ദം തലോടുന്ന നേരം സ്നേഹാർദ്രം ഈ മുഗ്ധതീരം. നന്മ തേടും ചിന്തതൻ പ്രയാണം നാവിൽ തൂവി ഹൃദ്യമാമൊരീണം. മനോമന്ദിരം കൃപാസിന്ധുതൻ വരദാനം ബന്ധുരം. സൗഹാർദ്ദം തലോടുന്ന നേരം സ്നേഹാർദ്രം ഈ മുഗ്ധതീരം. സൗഹാർദ്ദം തലോടുന്ന നേരം സ്നേഹാർദ്രം ഈ മുഗ്ധതീരം. കാണാമിനിയും സ്വപ്നങ്ങൾ കൈമാറാം സുഖദുഃഖങ്ങൾ. കാണാമിനിയും സ്വപ്നങ്ങൾ കൈമാറാം സുഖദുഃഖങ്ങൾ. കൽപ്പനതൻ പൂവുകൾക്കായി കൈകളെന്നും നീട്ടാം. കൽപ്പനതൻ പൂവുകൾക്കായി കൈകളെന്നും നീട്ടാം. കരളുതോറും തന്ത്രി കെട്ടി പ്രണയവീണ നീട്ടാം. സൗഹാർദ്ദം തലോടുന്ന നേരം സ്നേഹാർദ്രം ഈ മുഗ്ധതീരം. പൂത്തു പുണ്യം പുഞ്ചിരിയാ പൂന്തേൻ പെയ്തു വാമൊഴിയായി. പൂത്തു പുണ്യം പുഞ്ചിരിയായി പൂന്തേൻ പെയ്തു വാമൊഴിയായി. നോവിനുള്ളിൽ പൂവിടർത്തും സാന്ത്വനങ്ങൾ പോലെ നോവിനുള്ളിൽ പൂവിടർത്തും സാന്ത്വനങ്ങൾ പോലെ. ജീവിതത്തിനേകുമർത്തം സ്നേഹവായ്പിനാലേ. സൗഹാർദ്ദം തലോടുന്ന നേരം സ്നേഹാർദ്രം ഈ മുഗ്ധതീരം. സൗഹാർദ്ദം തലോടുന്ന നേരം സ്നേഹാർദ്രം ഈ മുഗ്ധതീരം. നന്മ തേടും ചിന്തതൻ പ്രയാണം നാവിൽ തൂവി ഹൃദ്യമാമൊരീണം. മനോമന്ദിരം കൃപാസിന്ധുതൻ വരദാനം ബന്ധുരം. സൗഹാർദ്ദം തലോടുന്ന നേരം സ്നേഹാർദ്രം ഈ മുഗ്ധതീരം. സൗഹാർദ്ദം തലോടുന്ന നേരം സ്നേഹാർദ്രം ഈ മുഗ്ധതീരം. ഏയ് പ്രണയത്തെക്കുറിച്ച് ബാബുവിന് എന്താ പറയാനുള്ളത്? അച്ഛന് തീരെ സുഖമില്ല.
എപ്പോഴും ആരെങ്കിലും അടുത്തുണ്ടാവണം. അമ്മയ്ക്കും വയ്യാണ്ടായി. അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കേറെ ആശ്വാസമാകുമായിരുന്ന കാലമാണിത്. സോറി, ഞാൻ ബാബുവിനെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്. ആരെയും മനസ്സിലാക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്വപ്നങ്ങളുടെ നിറം യാഥാർത്ഥ്യങ്ങൾക്കുണ്ടാവില്ല. ഈ കോളനിയും പ്രേതമരവും ഒക്കെ വിട്ട് സമാധാനത്തിൻ്റെ ഏതോ ജീവതീരം സ്വപ്നം കണ്ടവളായിരുന്നു എൻ്റെ അനിയത്തി. ഇപ്പോൾ ഒരാതിരക്ക് പകരം മറ്റൊരാതിര വന്നപ്പോൾ അറിയില്ല എനിക്ക് പെങ്ങളാണോ അതോ. വേദനകൾക്ക് ആപേക്ഷികതയില്ലെന്ന് ബാബു ഒരിക്കൽ പറഞ്ഞിരുന്നു. ഒരിക്കലൊരു വേദന വന്നു പോയാൽ പിന്നെയും പിന്നെയും ഓർമ്മയിലേക്ക് അത് അന്വേഷിച്ചിറങ്ങുന്നത് വിഡിത്തമാണ്. എങ്ങനെയാ ഇത്ര കരുത്തോടെ സംസാരിക്കാൻ കഴിയുന്നത്? സംസാരിക്കുകയല്ല, എൻ്റെ ജീവിതം എന്നോട് എന്തൊക്കെയോ പറയിപ്പിക്കുകയാണ്. വാശി പിടിച്ച് കരയുന്ന കുട്ടികൾക്കറിയാം അവരാഗ്രഹിക്കുന്ന ഒന്നും നേടാനാവില്ലെന്ന്. എന്നാലും അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കതൊരാശ്വാസമാകും. അമ്മ ഇനി ഇത്തിരി പോയി കിടന്നു, ഞാൻ ഇരുന്നോളാം. വേണ്ട, രണ്ടാളും പോയി കിടന്നോ. വെറുതെ ഉറക്കമൊഴിക്കണ്ട. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട്. അത് സാരില്ല അച്ഛാ, അമ്മ കിടന്നോട്ടെ. ഞാൻ ഇരുന്നോളാം ഇവിടെ. അമ്മ കിടന്നോളൂ. അല്ല രമേശ, ഈ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുവോ? മേച്ചലിയാവൂലേ? ശ്രീധരൻ കുട്ടിയേട്ടൻ ചായ കുടിക്കാൻ വരുമ്പോ എന്തെങ്കിലൊക്കെ നാട്ടുവർത്താനം പറയണതും അത് കേട്ട് നാട്ടുകാർ ചിരിക്കണതും തിരക്കേടില്ലാത്തൊരു ഏർപ്പാടൊക്കെ തന്നെയാണ്. പക്ഷെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും വല്ലാതെ കയറി ഇടപെടണ്ട. നിങ്ങളോട് ആരോടും ഈ കാലത്തിനിടയ്ക്ക് ഉറുപ്പിയൊക്കെ ഞാൻ കൈനീട്ടിട്ടില്ലല്ലോ. എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അതിന് ഞാൻ തന്നെ പരിഹാരം കാണുകയും ചെയ്യും. പിന്നെ നാടകം സിനിമ എന്താണെന്ന് അറിയാത്തവര് അതിൻ്റെ മുകളിൽ കയറി അഭിപ്രായം പറയണ്ട. പിന്നെ എല്ലാവരും കുടിക്കണ ചായക്ക് 2 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും പൈസ എന്തിനെങ്കിലേ ഞാൻ എന്നേ സിനിമ നിർമ്മാതാവായനെ. രമേശ, എന്നാ ചായന്റെ പൈസ പിന്നെ അങ്ങനെ എടുക്കാട്ടോ. എല്ലാരും ഉണ്ടല്ലോ. രമേശ, മധുരം കുറച്ചിട്ടൊരു ചായ. അല്ല, KCBക്കാർ ഇങ്ങോട്ട് വന്നില്ലല്ലോ. KCBക്കാരോ? ഇങ്ങോട്ടോ? എന്തിന്? കോളനിക്കാർക്ക് കരണ്ട് പാസ്സായിട്ടുണ്ട്. കാലം കുറെ ആയില്ലേ കമ്പി വലിച്ചിട്ടിട്ട്. കാക്കയ്ക്കും കുരുവിക്കും തൂറാനല്ലാണ്ട് ഇക്കാലം വരെ ആ കമ്പീനെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? പ്രേതമരത്തിന്റെ ഭാഗത്തൂടെയാ കരണ്ട് വരുന്നത്. പെണ്ണുങ്ങൾ തൂങ്ങാൻ കയറ് കെട്ടുന്ന ആ കമ്പ് വെട്ടി അതിൻ്റെ ഉള്ളിലൂടെ ലൈൻ ഇങ്ങോട്ട് ബലിക്കും. ബാബുവോ, ബാബുവോ. അച്ഛാ, എന്താ അച്ഛ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് എണീറ്റ വീണ് പോവില്ലേ? ഞാൻ പിടിക്കാം. ഈശ്വരാ, എന്നിട്ടില്ലോ. ഇപ്പൊ ഇത്തിരി ആശ്വാസം തോന്നുന്നുണ്ട് മോനെ.
എനിക്ക് ആ കോലായി ചെന്ന് കുറച്ചു നേരം ഇരിക്കണം. പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ കുറേ സമാധാനം ഉണ്ടാവും. നോക്കണേ. ഇന്ന് ഏതായാലും അച്ഛന് കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ തന്നെയാ പുറത്ത്. കോളനിയിൽ കറണ്ട് കണക്ഷൻ കിട്ടി. ആ രാമൻകുട്ടി ഇന്നലെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, നിന്റെ കൂട്ടുകാരത്തി കോളനിക്കാരുടെ ദുരിതങ്ങളൊക്കെ ടി വി കൂടി പുറത്തറിയിച്ചപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ബോധം വന്നിട്ടുണ്ടാവും. ദേവകി, നീ ഇത്തിരി കട്ടൻ ചായ ഇട്ട് തരുമോ? ഓ, ഇവിടെ ഇന്ന് ബൾബ് കത്തുവോ? വീടിന്റെ പണി കഴിയാതെ കണക്ഷൻ കിട്ടില്ല അച്ഛാ. ആഹാ, അല്ല ആ കുട്ടിയോളെ പിന്നെ കണ്ടിരുന്നോ നീയെ? ബാക്കി പണി തീർക്കണ കാര്യം വല്ലതും പറഞ്ഞിരുന്നോ? കണ്ടിരുന്നു. വേഗം തന്നെ തീർത്തരാന്നാ പറഞ്ഞത്. ഓ ഈശ്വര, ആ കുട്ടികൾക്ക് നല്ലത് വരുത്തണേ. ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനത്തെ കുട്ടികളുണ്ടല്ലോ.
ബാബു, സാറ് വന്നിട്ടുണ്ട്. എന്താ ബാബു ഇത്? ഇന്നലെ രാത്രി അച്ഛൻ എന്നോട് ഒരുപാട് നേരം സംസാരിച്ചു. അച്ഛൻ എന്താ പറഞ്ഞത്? പിശാചുക്കൾ അറിയുന്നുണ്ടാവില്ല. അവർ കാണിക്കുന്ന ക്രൂരത എത്രമാത്രം ഭീകരമാണെന്ന്. ബാബു എന്താ ഉദ്ദേശിക്കുന്നത്? മോനെ, നീ അച്ഛനെ ഒന്ന് പിടിച്ചിരുത്തോ? ദേവകി, നീയും ഇവിടെ വന്നിരിക്കേ. എന്തേ? എനിക്ക് എൻ്റെ മോനോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ. എന്താ അച്ഛാ? എൻ്റെ മോൻ എന്നെ വെറുക്കരുത്. അന്ന് എനിക്ക് അങ്ങനെയല്ലാതെ ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഞാൻ നിന്റെ അച്ഛനല്ല, ദേവകി നിന്റെ അമ്മയുമല്ല. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കും. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നതല്ല എന്ന് എനിക്ക് വേഗം മനസ്സിലായി. പക്ഷെ എൻ്റെ അനുജന്, നിന്റെ അച്ഛന് അതൊന്നും മനസ്സിലാക്കാനായില്ല. എന്നെ വിടൂ. ഞാൻ വിടൂല. വിടാൻ. വിടൂല. എന്നെ തടയണ്ട. ഇല്ല. ഞാൻ വിടൂല. കൃഷ്ണൻകുട്ടി, ഞാൻ പറയുന്നത് എൻ്റെ അനിയന് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും പറയേണ്ടത് എൻ്റെ ബാധ്യതയാണല്ലോ. നിനക്കൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഏട്ടൻ പറയുന്നത്? നിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കാൻ എന്തെങ്കിലും കൊണ്ടുവരണമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നിന്റെ തടി കാക്കാൻ നീ മറക്കരുത്. അയാളുടെ പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ നെല്ല് ചോദിച്ചത്. തന്നില്ല അയാൾ. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കും. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങിപ്പോന്നവളാ ഇവള്. ഇവൾക്ക് വേണ്ടി ജീവിക്കാതെ പിന്നെ എന്ത് മനുഷ്യ സ്നേഹ നീ പറയണത്? ഞാൻ ചൊല്ലിക്കൊടുത്ത മുദ്രാവാക്യം ഏറ്റുവിളിച്ച് എന്നെ വിശ്വസിച്ചിറങ്ങി തിരിച്ച പാവം നാട്ടുകാരെ ഞാൻ മറക്കണം എന്നാണോ ഏട്ടൻ പറയുന്നത്? നാട്ടുകാർ നിങ്ങളുടെ കൂടെ കൂടിയതേ അവരുടെ മക്കളെ പോറ്റാൻ ഒരു വഴി കാണുമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ ഒരു ആവേശത്തിന് എടുത്തു ചാടി സ്വയം ഇല്ലാതാകുമ്പോ നമ്മുടെ മോന്റെ കാര്യം നോക്കാൻ ആരാ ഉണ്ടാവുക? കണ്ണീര് കൊണ്ടെന്റെ വഴി മുടക്കരുത്. ഞാൻ ഈ നാടിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചവനാണ്. നാട്ടുകാർക്ക് വേണ്ടി മരിക്കാനും. നാട്ടുകാർക്ക് അവകാശപ്പെട്ടത് തടയുന്നവനെ കൊന്നിട്ടാണെങ്കിലും ഞങ്ങളത് നേടിയെടുക്കും. ഒന്നും കൊല വിളിച്ചും നാട് നന്നാക്കി കളയാമെന്നുള്ള നിന്റെ ഈ പിഴച്ച ചിന്താഗതിയാണ് മാറ്റേണ്ടത്.
സ്വന്തക്കാരോടുള്ള ഉത്തരവാദിത്വമാണ് ആദ്യം പൂർത്തിയാക്കേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഏട്ടൻ കല്യാണം കഴിക്കാതിരിക്കുന്നത് ഞാൻ തടഞ്ഞിട്ടൊന്നുമല്ലല്ലോ. പിന്നെ ഇവൾ എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നപ്പോൾ ഏട്ടൻ്റെ പൂർണ്ണ സമ്മതം ചോദിച്ചിട്ട് തന്നെയാ ഈ വീട്ടിലേക്ക് ഞാൻ ഇവളെ വിളിച്ചു കയറ്റിയത്. ഞാനിവിടെ പൊറുക്കുന്നതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇറങ്ങി തന്നേക്കാം. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറക്കരുത്. എൻ്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളെ മറന്നുകൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ട. നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ അയാളോട് നെല്ല് ചോദിച്ചത്. അത് നാട്ടുകാരുടെ അവകാശവുമാണ്. ഞാനതവർക്ക് വാങ്ങിക്കൊടുത്തിരിക്കും. അവസാനം ഞാൻ പേടിച്ചത് തന്നെ സംഭവിച്ചു. അവൻ മുതലാളിയോട് നെല്ല് ചോദിക്കാൻ പോയി. കൂടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. ഏയ്, തീരുമാനം പറഞ്ഞില്ല. എന്തു തീരുമാനം? നെല്ല് ചോദിച്ചിരുന്നു. ആര് ചോദിച്ചത്? ഞാൻ തന്നെയാ. എനിക്ക് വേണ്ടിയല്ല, പിന്നെ ഇവർക്ക് വേണ്ടി. ഇവരൊക്കെ ആരാ? ഇവർക്ക് വേണ്ടി എന്റെ പത്തായത്തിന് നെല്ല് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ മനുഷ്യരൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടുത്തെ പത്തായം നിറയുന്നത്. അത് മറക്കരുത്. ഇല്ല, മറക്കുന്നില്ല. എന്നിട്ടോ? ഇവർക്ക് ഇത്തിരി നെല്ല് കൊടുക്കണം. നല്ല നിലക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? കുട്ടുട്ടിയെ, ഇവർക്ക് ലേശം നെല്ല് കൊടുക്കടാ. കുറച്ച് മതി ഇട്ടോ. ആർക്കടാ നെല്ല് പറ്റി? എന്താ പറ്റി? എന്താ മോളെ? അമ്മേ 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 ആ കയറിക്കോ. പശ്ചാത്തപിക്കാൻ വന്നതായിരിക്കും. കൃഷ്ണൻകുട്ടി, നാട്ടിൽ എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടും എന്നെ പോലീസിന് ഒറ്റുകൊടുക്കാൻ എന്റെ ഏട്ടൻ തന്നെ ഉണ്ടായല്ലോ. ഞാനിപ്പോ എന്തു പറഞ്ഞാലും നിനക്ക് വിശ്വാസം? എന്നെ വിശ്വസിപ്പിക്കണ്ട. ഒരു കാലത്തും ഏട്ടൻ എന്നെ വിശ്വസിച്ചിട്ടില്ലല്ലോ.
ഒരു ഉപകാരം ചെയ്യണം. ഏട്ടനാണെന്ന് പറഞ്ഞ് മേലിൽ എന്നെ കാണാൻ വരരുത്. ഇന്ന് നിന്റെ ഭാര്യയുടെ 16 അടി ദൂരമായിരുന്നു. ബാബു മോനെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയില്ല. നിനക്ക് പറഞ്ഞതാണെങ്കിലും എൻ്റെ മകനായിട്ടാണ് അവൻ വളർന്നത്. ഇതുവരെ അവനൊരു അമ്മയുണ്ടായിരുന്നു. ഇനി എന്തായാലും അവൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. എൻ്റെ മകനെ ഞാൻ ഉദ്ദേശിച്ച പോലെ വളർത്താൻ കഴിയില്ലല്ലോ എന്നതാണ് എൻ്റെ ചിന്ത. ഇനിയും നേർവഴിക്ക് ചിന്തിക്കാൻ നിനക്കാവുന്നില്ലല്ലോ. വേണ്ട, അധികം സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഏട്ടനാണെന്നും പറഞ്ഞ് ഇനി എന്നെ കാണാൻ വരരുത്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. കൃഷ്ണൻകുട്ടി, ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയെന്നറിഞ്ഞപ്പോൾ ഞാൻ അവനെ കാണാൻ ചെന്നു. പക്ഷെ ഞാനാണ് അവനെ പോലീസുകാർക്ക് ഒറ്റുകൊടുത്തതെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഞാൻ പറഞ്ഞതൊന്നും അവൻ അംഗീകരിച്ചില്ല. എന്നാലും വേറൊരു കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആശ്വസിച്ചു. പക്ഷെ ആദ്യ പ്രസവത്തിൽ തന്നെ അവൻ്റെ ഭാര്യ മരിച്ചതറിഞ്ഞ് ഞാൻ അവനെ കാണാൻ ചെന്നു. ജാനമ്മേ, ഞാൻ വരാൻ ഇത്തിരി വൈകും. വന്നിട്ട് പോയാ പോരെ? ആ മതി. ആ, നിന്റെ മകനോട് നിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് എങ്ങനെയാണ് അവനോട് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഞാനിപ്പം ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഇനിയുള്ള എൻ്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടി ഉള്ളതുമാണ്. പഴയതൊന്നും ഞാൻ ഇനി ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിന്റെ മകൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവനെ വളർത്താം. എന്ന് വെച്ചാൽ? ആ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഇത്തിരി തിരക്കില്ല. അതെ കൃഷ്ണൻകുട്ടി, പിന്നീട് പലപ്പോഴും ഞാൻ അവനെ കാണുമ്പോഴൊക്കെ അവൻ്റെ മകളും അവൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. അവസാനം അവൻ്റെ പാർട്ടിക്കാർ തന്നെ അവനെ ക്രൂരമായി വെട്ടിക്കൊല്ലുമ്പോഴും അന്ന് ഫസൽ റഹ്മാന്റെ കയ്യിൽ അവൻ ഏൽപ്പിച്ചു കൊടുത്ത അവൻ്റെ മകളാണ്, എൻ്റെ പെങ്ങളാണ് ആതിര. നമ്മുടെ അച്ഛൻ്റെ ഏട്ടനാ മരിച്ചു കിടക്കുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു യാത്രയപ്പ് കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. ലോകത്ത് ഇന്നേ വരെ സംഭവിക്കാത്തതൊന്നും ഒരു കാലത്തും സംഭവിച്ചുകൂടാ എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ സഹിച്ചേ പറ്റും. അതിനുള്ള കരുത്തുണ്ട് എന്റെ പെങ്ങൾക്ക്. തകരരുത്. എന്താ മോളെ? ഞാൻ വല്ലാത്തൊരു സങ്കടത്തിലാ സാറ്. മരിക്കുന്നതിന് തൊട്ടുമുണ്ട് ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അച്ഛനൊരാഗ്രഹം കൂടി പറഞ്ഞിരുന്നു സാർ. മരിച്ചാൽ പിന്നെ അദ്ദേഹത്തെ മണ്ണിൽ അടക്കം ചെയ്യാൻ കഴിയുമെങ്കിലെന്ന്. ഈ പാറപ്പുറത്ത് ഞാൻ എൻ്റെ അച്ഛന് എന്താ ചെയ്യ സാർ?
എന്ത് തോന്നിയസ്ഥ അവര് ചെയ്ത്? അല്ല ആചാര്യ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റത്? ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിച്ചിട്ടാ? എന്താ സുബൈറേ ഇങ്ങനൊക്കെ ഒരു വരവ്? കേറിയിരിക്കി. ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല, ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്തേ? ആ കോളനിയിലെ ഏതോ ഒരാളെ കുഴിച്ചിടാൻ നിങ്ങൾ പള്ളിപ്പറമ്പിൽ സ്ഥലം കൊടുത്തത് ആരോട് ചോദിച്ചിട്ടാ? അത് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തേ, നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ? ഉണ്ട്. മുസ്ലിങ്ങളെ കബറടക്കുന്ന പള്ളിപ്പറമ്പിൽ കണ്ട കാഫ്രിങ്ങളെ കുഴിച്ചിടാൻ സമ്മതം കൊടുത്തത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? മതകാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുമ്പോ പ്രമാണങ്ങളൊന്നും നോക്കേണ്ടതായോ? ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഭൂമിയിൽ എവിടെയെങ്കിലും മറമാടുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ സാമൂഹ്യ ബാധ്യതയാണ് എന്നൊരു പ്രമാണമുണ്ട്. മരിച്ച മനുഷ്യൻ മുസ്ലിം ആയാലേ അത് പാടുള്ളൂ എന്ന് ആ പ്രമാണത്തിലൊന്നും ഞാൻ കണ്ടതുമില്ല. ഇത് ഞങ്ങൾ സമ്മതിക്കൂല. ഏത്? പള്ളിപ്പറമ്പിൽ ഒരു കാഫറിനെ കുഴിച്ചിടാൻ ഞങ്ങൾ സമ്മതിക്കൂല. അയാള് കാഫറാണെന്ന് ഉറപ്പിക്കാൻ നിങ്ങളെ കയ്യിൽ വല്ല പ്രമാണമുണ്ടോ? മുസ്ലിം അല്ലെങ്കിൽ പിന്നെ കാഫർ അല്ലേന്ന് ആര് പറഞ്ഞു? ഇക്കാലത്തിനിടക്ക് എപ്പോഴെങ്കിലും ആ മനുഷ്യനെ കണ്ട് മുസ്ലിമും കാഫറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ ആരാണ് കാഫർ, ആരാണ് മുസ്ലിം എന്ന്? നിങ്ങൾ ഞങ്ങളെ പുതിയ ദീനൊന്നും പഠിപ്പിക്കണ്ട. ഈ തോന്നിയാസത്തിന് കൗമ് സമ്മതം മൂടൂല. കൗമ്? ആരാണ് സുബൈറ ഈ കൗമ്? കൗമ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ ഉൾപ്പെടും? നിന്റെ വരവൊക്കെ നല്ല ജോറായിട്ടുണ്ട്. വാഹനങ്ങളുടെ കാര്യത്തിലൊക്കെ നീ ഈ പറഞ്ഞ കൗമ് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെയൊന്നും തലക്കകത്ത് ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ പുരോഗമനം വേണ്ടിയിരുന്നത്. പ്രവാചകന്മാരും പരിഷ്കർത്താക്കളുമൊക്കെ ലക്ഷ്യം വെച്ചതും അത് തന്നെയായിരുന്നു. അതിനൊക്കെ നേരെ വിപരീതമാണ് നീ ഈ കാണിച്ചത്. പക്ഷെ ഇനി അത് നടക്കൂല. അതൊക്കെ മനസ്സിലാക്കാൻ മാത്രം ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനികളും ഒക്കെ വളർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഞാൻ അകത്തേക്ക് പറയാം. പള്ളിപ്പറമ്പിൽ ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ സുബൈറേ നിൽക്കൂല പിന്നെ നീ.